നമസ്കാരം. സേതാഗിരിക്ക് മുന്നിൽ തങ്ങളുടെ സൈന്യത്തിൻ്റെ പകുതിയോളം പേർ മൃത്യുവരിച്ചു എന്ന വാർത്ത കേട്ടാണ് അടുത്ത പ്രഭാതത്തിൽ ദൃക്കാമതിപുരി ഉണർന്നത്. രാജാവ് ജയേന്ദ്രഥനോ മന്ത്രിമുഖ്യൻ ആര്യകേശനോ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മാത്രമല്ല, ഈ വാർത്ത കേട്ട ആ കൊട്ടാരത്തിലെ ആർക്കും തന്നെ ഇത് വിശ്വസിക്കാനായില്ല. ആ നാട്ടിലെ ഓരോ പൗരന്മാരും ഒരു നടുക്കത്തോടെ മാത്രമാണ് ഈ വാർത്ത കേട്ടത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആർക്കും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ജയേന്ദ്രഥൻ പെട്ടെന്ന് തന്നെ ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. അതിലേക്ക് മന്ദാരയെയും അദ്ദേഹം വിളിപ്പിച്ചു. ഈ വിവരമറിഞ്ഞ മന്ദാര ഒരു ഭയത്തോടെയാണ് ആ യോഗത്തിലേക്ക് കയറി ചെന്നത്. മന്ദാരയുടെ ആഗമനത്തിനായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. മന്ദാരയെ കണ്ടതും മഹാറാണി പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് മന്ദാരയോട് ചോദിച്ചു, "മന്ദാര, നീ അറിയുന്നില്ലേ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും? നീയല്ലേ പറഞ്ഞത് ആര്യാക്ഷൻ എൻ്റെ മകനെ രക്ഷിച്ചു കൊണ്ടുവരുമെന്ന്? എന്നിട്ടിപ്പോൾ എന്തായി? ആര്യാക്ഷൻ്റെ ജീവൻ പോലും അപകടത്തിലാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ യുദ്ധഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി എന്ത് വിശദീകരണമാണ് നിനക്ക് നൽകാനുള്ളത്? പറഞ്ഞാലും മന്ദാര." മഹാറാണിയുടെ ആ ചോദ്യം ഒരു ശരം പോലെയാണ് മന്ദാരയുടെ നെഞ്ചിൽ ചെന്ന് പതിച്ചത്. പക്ഷേ അവൾ അവളുടെ ഭയം ഉള്ളിലൊതുക്കി. തനിക്കുണ്ടായ ആശങ്കയെപ്പറ്റി സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇത്. എന്നാൽ ബുദ്ധിപരമായി ഈ സാഹചര്യത്തെ നേരിടേണ്ടതുണ്ട് താനും. ചിന്താകുലയായി നിന്ന മന്ദാരയോട് മഹാരാജാവ് ചോദിച്ചു, "മന്ദാര, മഹാറാണി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്താണ് നീ നൽകാത്തത്? നിന്നോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ കൂടിയാണ് ഞാൻ ആര്യാക്ഷനെ യുദ്ധഭൂമിയിലേക്ക് അയക്കാൻ തയ്യാറായത്." ഒടുവിൽ മന്ദാര തൻ്റെ മൗനം വെടിഞ്ഞു. "ഞാൻ വ്യാഖ്യാനിച്ച സ്വപ്നത്തിൻ്റെ അർത്ഥം ശരിയാണ് മഹാരാജൻ. ഇന്നേ വരെ സ്വപ്ന വ്യാഖ്യാനത്തിൽ എനിക്ക് പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെയും എനിക്ക് പിഴക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. യുവരാജാവിനെ തീർച്ചയായിട്ടും മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നൽകാൻ തക്കതൊന്നും തന്നെ ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പുതിയ സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശദീകരിച്ച് എനിക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കും." ഇത് കേട്ടതും മന്ത്രി ആര്യകേശന് തൻ്റെ കോപം നിയന്ത്രിക്കാനായില്ല. "നീ എന്താണ് പറയുന്നത് മന്ദാര? ഇനിയും ഒരു സ്വപ്നത്തിന് വേണ്ടി കാത്തിരിക്കാനെന്നോ? എൻ്റെ മകൻ അവിടെ യുദ്ധഭൂമിയിൽ പോരാടുകയാണ്. ഇവിടുത്തെ രാജകുമാരൻ അവരുടെ ബന്ധനത്തിലാണ്. ഇനിയും ഞങ്ങൾ എങ്ങനെയാണ് നിന്നെ വിശ്വസിക്കേണ്ടത്?" ഏറെ വിനയത്തോടെ മന്ദാര പറഞ്ഞു, "എന്നോട് ക്ഷമിച്ചാലും ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് മാത്രമേ എനിക്ക് ഭാവിയെപ്പറ്റി എന്തെങ്കിലും പ്രവചനങ്ങൾ നടത്താൻ കഴിയൂ." ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന രാജാവ് ഇപ്രകാരം പറഞ്ഞു, "മതി, നിർത്തൂ. ഇനി ആരും യാതൊന്നും പറയേണ്ടതില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്." ഇത് കേട്ടതും മന്ത്രി ആര്യകേശൻ പറഞ്ഞു, "അങ്ങ് എന്താണ് പറയുന്നത് മഹാരാജൻ? എൻ്റെ മകൻ ആര്യാക്ഷനിലുള്ള വിശ്വാസം അങ്ങേക്ക് നഷ്ടമായോ? അവന് ഒരവസരം കൂടി അങ്ങ് ദയവ് ചെയ്ത് കൊടുത്താലും തീർച്ചയായിട്ടും എൻ്റെ മകൻ നമ്മളുടെ രാജകുമാരനെ മോചിപ്പിച്ച് ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും." രാജഗുരു കൂടി ആര്യകേശനെ പിന്തുണച്ചതോടെ രാജാവ് നേരിട്ട് യുദ്ധകളത്തിലേക്ക് പോകാനുള്ള ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങി. ജയേന്ദ്രഥൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു, 20,000-ഓളം സൈനികരെ കൂടി അവിടേക്ക് അയക്കുക. അവർ എത്രയും വേഗം യുദ്ധഭൂമിയിൽ എത്തിച്ചേരാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് നൽകിയെന്ന് ഉറപ്പുവരുത്തണം. അവർക്ക് സഞ്ചരിക്കാൻ വേണ്ട കുതിരകളെയും വിട്ടു നൽകുക. രാജാവിൻ്റെ ഈ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു. ഇതേ സമയത്താണ് ആര്യാക്ഷൻ സന്ദേശവുമായിട്ട് അയച്ച പരുന്ത് ജനാലയിലൂടെ പറന്നു വന്ന് ജയേന്ദ്രഥൻ്റെ കയ്യിലിരുന്നത്. അദ്ദേഹം ആ പരുന്തിൻ്റെ കാലിൽ ചേടി വെച്ചിരുന്ന ഒരു കുറിമാനമെടുത്ത് വായിച്ചു. അതിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്: ഭാമിനി നദിയുടെ ഒഴുക്ക് കുറയ്ക്കണം, ജലനിരപ്പ് പരമാവധി താഴ്ത്തണം. ഭാമിനി നദിയുടെ പ്രധാന പോഷക നദികളെല്ലാം ഉത്ഭവിക്കുന്നത് നമ്മുടെ ദൃക്കാമതിപുരിയുടെ തെക്ക് കിഴക്കുള്ള മലനിരകളിൽ നിന്നാണ്. അവിടേക്ക് പരമാവധി ഭടന്മാരെ പല കൂട്ടങ്ങളായി വിടുക. അവർ ഈ പോഷക നദിയുടെ ഒഴുക്ക് കുറഞ്ഞ തുടക്ക ഭാഗം കണ്ടെത്തി അവിടെ അണക്കെട്ട് നിർമ്മിക്കുക. അങ്ങനെ പരമാവധി സമയത്തേക്ക് പരമാവധി ജലം തടഞ്ഞു വെക്കുക. ഇതോടെ ഭാമിനി നദിയിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. ഇത് ഒഴുക്കിനെയും കുറയ്ക്കാൻ സഹായിക്കും. എത്രയും വേഗം ഇതിനുള്ള നടപടികൾ ഉണ്ടാവണം. മാത്രമല്ല, എനിക്ക് ഒരു 10,000 പടയാളികളെ കൂടി വിട്ടു നൽകണം. വിജയം വരിച്ച് രാജകുമാരനെയും കൊണ്ട് മാത്രമേ ഞാൻ തിരികെ വരികയുള്ളൂ." ആ കുറിപ്പ് വായിച്ചതും
രാജാവ് ജയേന്ദ്രഥൻ്റെ മുഖത്ത് വീണ്ടും ഒരു ചിരി വിടർന്നു. അദ്ദേഹത്തിന് ആര്യാക്ഷനിലുള്ള പ്രതീക്ഷ വീണ്ടും വർദ്ധിച്ചു. ഇപ്പോൾ ആര്യാക്ഷൻ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ പദ്ധതി ഫലം കണ്ടാൽ തീർച്ചയായിട്ടും ആര്യാക്ഷന് യുദ്ധം വിജയിക്കാൻ കഴിയും. എൻ്റെ മകനെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മോചിപ്പിച്ച് ഇവിടെ തിരികെ കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ മന്ദാര പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. എല്ലാവരും ഏറെ പ്രതീക്ഷയോടെയാണ് രാജാവിൻ്റെ വാക്കുകൾ കേട്ടു നിന്നത്. എന്നാൽ അപ്പോഴും മന്ദാരയുടെ ഉള്ളിൽ ഒരു ഭീതി ഉരുണ്ടുകൂടിക്കൊണ്ടേയിരുന്നു. താൻ വ്യാഖ്യാനിച്ച സ്വപ്നത്തിൽ എവിടെയോ എന്തോ പിഴവുണ്ട്. അത് അവളുടെ ഉള്ളിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. എന്തോ തൻ്റെ സ്വപ്നവ്യാഖ്യാനം പൂർത്തിയാവാത്തതുപോലെ അവൾക്ക് തോന്നി. തനിക്കിത് ആരോടും തുറന്നു പറയാനുള്ള നിർവാഹമില്ലല്ലോ. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പരിഭ്രാന്തിയിലാഴ്ന്നു. ഇതേസമയം സേതാഗിരിയുടെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ ആര്യാക്ഷൻ കൂടാരത്തിനുള്ളിൽ തൻ്റെ ഇനിയുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ഏതാനും സേനാധിപന്മാരും അദ്ദേഹത്തോടൊപ്പം കൂടാരത്തിനുള്ളിൽ ഉണ്ട്. തങ്ങൾക്ക് ഇതുവരെ സംഭവിച്ച തെറ്റുകളെ പറ്റിയാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഇവർക്കുണ്ടായ ആദ്യത്തെ അമളി ഇവർ വന്ന സമയം ശരിയല്ല എന്നതാണ്. ഇത് മഴക്കാലമാണ്. ഇവിടെ വേനൽക്കാലത്തോടനുബന്ധിച്ചുള്ള 3 മാസ കാലയളവിലാണ് കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് ഇവരുടെ കോട്ടവാതിൽ തുറക്കുന്നതും 10,000-കണക്കിന് കച്ചവടക്കാർ ഇവിടേക്ക് ഒരുമിച്ചെത്തുന്നതും. ആ സമയത്ത് വേനൽക്കാലമായതിനാൽ തന്നെ നദിയുടെ ഒഴുക്ക് കുറയും, വെള്ളത്തിൻ്റെ അളവും കുറയും. പ്രകൃതിയാലുള്ള ഇത്തരം കാരണങ്ങളാലാവാം ഒരുപക്ഷെ സേതാഗിരി വർഷത്തിലൊരിക്കൽ മാത്രം പുറം ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു രാജ്യമായി മാറിയത്. എന്തായാലും മഴക്കാലം കഴിഞ്ഞ് പുഴയുടെ ഒഴുക്ക് സ്വാഭാവികമായിട്ട് കുറയുന്നത് വരെ കാത്തിരിക്കുന്നത് പ്രായോഗികമല്ല. അതിനാൽ തങ്ങൾ ഇപ്പോൾ എടുത്ത തീരുമാനം തന്നെയാണ് ശരിയെന്ന് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഏതാണ്ട് 15ഓളം പോഷക നദികളാണ് ഭാമിനി നദിക്കുള്ളത്. അതിൽ 8 എണ്ണവും ദൃക്കാമതിപുരിക്ക് അടുത്തുള്ള മലനിരകളിലാണ് ഉത്ഭവിക്കുന്നത്. ഈ പോഷക നദികളൊക്കെ ഉത്ഭവിക്കുന്ന ഭാഗത്തോട് ചേർന്ന് അണ കെട്ടുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം അത്തരം ഭാഗങ്ങളിൽ വെള്ളത്തിന് ഒഴുക്കും ശക്തിയും വളരെ കുറവായിരിക്കും. അതിനാൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അവിടെ അണ കെട്ടി വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് ഏകദേശം 20 ദിവസത്തോളം മാത്രം മതിയാകും. അതിനാൽ തന്നെ നമ്മുടെ സേന എത്രയും വേഗം ആ ഭാഗങ്ങളിലെത്തി അവിടെ അണ കെട്ടി വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതായിരിക്കും. ഈ സമയം കൊണ്ട് നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഇത്തരത്തിൽ അണകെട്ടൽ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കേവലം 7 പോഷക നദികളിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഭാമിനി നദിയിലേക്ക് എത്തുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഭാമിനി നദിയുടെ ഒഴുക്കിൻ്റെ ശക്തിയും കുറയും, ജലനിരപ്പും കുറയും. ഈ അവസരം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവരെ ആക്രമിക്കാനും അവരുടെ ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കാനും സാധിക്കണം. ഇതിനു വേണ്ട എല്ലാ പദ്ധതികളും ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയണം. ആര്യാക്ഷൻ എല്ലാവർക്കും നിർദ്ദേശം നൽകി. അപ്പോഴേക്കും ഇവർക്ക് പിന്നാലെ വന്നുകൊണ്ടിരുന്ന 50ഓളം ആനകളടങ്ങുന്ന ആനപ്പട ഏതാണ്ട് 15ഓളം വലിയ നൗകകളും വലിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. അതിൽ ഒരു നൗകയിൽ തന്നെ ഏതാണ്ട് 100ഓളം ഭടന്മാർക്ക് ഒരേ സമയം കയറാൻ കഴിയും. ഒട്ടും വൈകാതെ തന്നെ തങ്ങൾ ആവശ്യപ്പെട്ട 10,000ഓളം പോരുന്ന സൈനികർ ഇവിടെ എത്തിച്ചേരും. നദിയിലെ ജലനിരപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകാതെ ഒരു ആക്രമണം അഴിച്ചുവിടാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ട എല്ലാ പദ്ധതികളും നാം തയ്യാറാക്കി വെക്കുകയും വേണം. പ്രധാനമായും 3 പ്രതിസന്ധികളാണ് നമുക്ക് അതിജീവിക്കേണ്ടത്. നദിയുടെ പാതി ദൂരം കടന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അസ്ത്രങ്ങളുടെ ദൂരപരിധിയിലാകും. പിന്നീട് അങ്ങോട്ട് ഓരോ നൗകയിലെയും ഭടന്മാർ 2 ഭാഗങ്ങളായി തിരിഞ്ഞു വേണം തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ. അത് ഇപ്രകാരമാണ്: ഒരു വിഭാഗം സൈനികർ വള്ളങ്ങൾ തുഴയുമ്പോൾ മറ്റേ വിഭാഗം തങ്ങളുടെ പരിചകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കും സ്വയവും സംരക്ഷണം ഒരുക്കണം. ഇവരൊരുക്കുന്ന ഈ കവചകുണ്ടലം ഭേദിച്ചുകൊണ്ട് ഒരു അസ്ത്രം പോലും നമ്മുടെ ഒരു പടയാളികളുടെ ശരീരത്തിൽ പോലും പതിക്കാൻ പാടില്ല. ഇത്തരത്തിൽ ഒരുമിച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്ക്
ആ ഒരു അപകടത്തെ മറികടക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വലിയ നൗകകൾ കൂടി നമ്മളോടൊപ്പം എത്തിയതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ഈ നദി കടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി നദി കടന്ന് നമ്മൾ കരയിലെത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് നമുക്കറിയാവുന്ന രണ്ടാമത്തെ അപകടം. മുകളിൽ നിന്നും അവർ ഉരുട്ടി താഴേക്കിടുന്ന ഭീമാകാരമായ പാറകൾ. അതിനെയും നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷെ നമുക്ക് കരയിലേക്ക് കടക്കാൻ പോലും സാധിച്ചില്ലെന്ന് വരും. എന്നാൽ അവിടെ നമുക്ക് ഒരു മാർഗം പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. അതിൽ വിജയം കാണാൻ കഴിഞ്ഞാൽ മൂന്നാമത്തെ അപകടം അത് നമുക്ക് വളരെ നിസ്സാരമായി മറികടക്കാൻ സാധിച്ചേക്കാം. മൂന്നാമത്തെ കടമ്പ മറ്റൊന്നുമല്ല, കോട്ടവാതിലാണ്. കോട്ടവാതിൽ തകർക്കണം. തീർച്ചയായിട്ടും കോട്ടവാതിലിനപ്പുറത്ത് നമുക്ക് മറ്റൊരു കെണി സേതാഗിരി ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ അവരുടെ വലിയ സൈനിക വ്യൂഹമായിരിക്കും നമുക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ അസ്ത്രങ്ങളുടെ ഒരു പെരുമഴയാകാം. പക്ഷേ ഇതിലെന്തായാലും അവിടെ നമുക്കൊരു പ്രത്യാക്രമണം നടത്താനുള്ള സാഹചര്യമുണ്ടെന്നുള്ളതാണ് നമുക്കുള്ള ഒരേ ഒരു മേൽക്കോയ്മ. നമ്മുടെ സൈനികരുടെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സേതാഗിരിയുടെ സൈനികർ വിയർക്കും. അതിനെ നമ്മൾ മുതലെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം കേട്ടതോടെ മറ്റ് സൈനിക മേധാവികൾക്കും ആത്മവിശ്വാസം വർദ്ധിച്ചു. പക്ഷേ അപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ കടമ്പ അത് നമ്മൾ എങ്ങനെ മറികടക്കും? മുകളിൽ നിന്നും താഴേക്ക് അവർ ഉരുട്ടിയിടുന്ന ഭീമാകാരമായ പാറകൾ, അതിനെ നമ്മൾ എങ്ങനെ മറികടക്കും? എങ്ങനെ നമ്മുടെ സൈനികർ അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ കോട്ടവാതിൽ തകർക്കും? ഒരു ചെറു ചിരിയോടെ മാത്രമായിരുന്നു ആര്യാക്ഷൻ അവരെ നോക്കിയത്. അതെ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ പദ്ധതി ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആര്യാക്ഷൻ്റെ ആ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ചിരി കണ്ടതും ബാക്കി സൈനിക മേധാവികൾക്കെല്ലാവർക്കും ആ യുദ്ധത്തിൽ തങ്ങളുടെ വിജയ സാധ്യതയ്ക്കുള്ള പ്രതീക്ഷ ഇരട്ടിയായി. ഇതേ സമയം ഭാമിനി നദിയുടെ മറുകരയിൽ, അതായത് സേതാഗിരിയുടെ പിൻവശത്തുള്ള കരയിൽ മൈലുകളോളം ദൂരത്തിൽ മറ്റൊരു സംഭവം അരങ്ങേറുന്നുണ്ടായിരുന്നു. അവിടെ വീരസിംഹന്റെ സേന സേതാഗിരിയെ ലക്ഷ്യം വെച്ച് മുന്നേറുകയാണ്. അതൊരു വലിയ പടപ്പുറപ്പാട് തന്നെയായിരുന്നു. വളരെ ആസൂത്രിതമായ ഒരു നീക്കം. അതെ, വീരസിംഹൻ സേതാഗിരിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പുറപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായുള്ള യുദ്ധവിജയങ്ങൾ നൽകിയ ആത്മവിശ്വാസവും ആവേശവുമാണ് വീരസിംഹനെ സേതാഗിരിക്ക് നേരെ ഒരു പടയോട്ടത്തിന് നയിച്ചത്. വീരസിംഹന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുള്ള മുഴുവൻ സൈനികർക്കും ഈ ആത്മവിശ്വാസമുണ്ട്. തൻ്റെ ചാരന്മാരെ ഉപയോഗിച്ച് സേതാഗിരിയെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വീരസിംഹൻ ഇങ്ങനെ ഒരു പടപ്പുറപ്പാട് നടത്തുന്നത്. സേതാഗിരി ഒരു ദ്വീപ് രാഷ്ട്രമാണെന്നും സേതാഗിരിയെ ചുറ്റി ഏതാണ്ട് 1.5 കിലോമീറ്റർ വീതിയിൽ ഭാമിനി നദി ഒഴുകുന്നുണ്ടെന്നും കേവലം 3 മാസങ്ങൾ മാത്രമേ സേതാഗിരിയിലേക്ക് പുറത്തുനിന്നും ആർക്കെങ്കിലും പ്രവേശിക്കാൻ കഴിയൂ എന്നുമെല്ലാം വീരസിംഹന് നല്ല ബോധ്യമുണ്ട്. ഇതേ കാര്യങ്ങളെല്ലാം തന്നെ ആര്യാക്ഷനും അറിയാമായിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾ നേരിട്ടിട്ടുള്ള പരിചയസമ്പത്ത് വീരസിംഹനുണ്ട്. തീർച്ചയായിട്ടും ആര്യാക്ഷനും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പരിചയസമ്പത്തുണ്ട്. പക്ഷേ അതെല്ലാം സ്വന്തം രാജ്യാതിർത്തിക്കുള്ളിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു. ഡ്രിക്കാമതിപുരിയെ അങ്ങോട്ടേക്ക് ആക്രമിച്ചിട്ടുള്ള രാജ്യങ്ങളെയാണ് ആര്യാക്ഷൻ നേരിട്ടിട്ടുള്ളത്. തൻ്റെ സ്വന്തം ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതും മറ്റൊരു ഭൂമിയിലേക്ക് അങ്ങോട്ടേക്ക് അതിക്രമിച്ച് ചെന്ന് യുദ്ധം ചെയ്യുന്നതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ വീരസിംഹൻ്റെ കാര്യത്തിൽ അദ്ദേഹം അങ്ങോട്ടേക്കാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്ത് അവരുടെ രാജ്യാതിർത്തിക്കുള്ളിൽ അവരുടെ സൈന്യത്തെ ആക്രമിക്കുമ്പോൾ നേരിടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇതിനു മുമ്പ് പല തവണ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് വീരസിംഹൻ. എങ്ങനെ വേണം ശത്രുപക്ഷത്തിൻ്റെ രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പെരുമാറാനെന്നും അവരെ നേരിടാൻ എന്തെല്ലാം യുദ്ധതന്ത്രങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പയറ്റണമെന്നും വീരസിംഹനും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനും നല്ല ബോധ്യമുണ്ട്. ഇത് തന്നെയാണ് വീരസിംഹനും ആര്യാക്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും. ഇത്തരത്തിൽ പല യുദ്ധങ്ങളും വിജയിച്ച് അവരുടെ പരമോന്നതിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ വീരസിംഹനും അദ്ദേഹത്തിൻ്റെ സൈനികരും.
ഒരു ജലയുദ്ധത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് ഇപ്പോൾ വീരസിംഹന്റെ സൈന്യം മുന്നോട്ടേക്ക് നീങ്ങുന്നത്. ഏതാണ്ട് 15,000-ന് മുകളിൽ വരുന്ന സൈനികർ, വലിയ നൗകകൾ വലിച്ചുകൊണ്ട് 400ഓളം ആനകളാണ് ഇദ്ദേഹത്തിൻ്റെ സേനയോടൊപ്പം മുന്നേറുന്നത്. ഇതിലെല്ലാം ഉപരിയാണ് വീരസിംഹന്റെ യുദ്ധതന്ത്രങ്ങൾ. വളരെ കുറച്ച് സൈനികരെ വെച്ചുകൊണ്ട് എത്ര വലിയ സേനയും തകർക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിവൈഭവം തന്നെയാണ് അദ്ദേഹത്തിനെ അജയ്യനായിട്ട് തുടരാൻ സഹായിക്കുന്നതും. ഏതായാലും വീരസിംഹൻ ഇപ്പോൾ സേതാഗിരിക്ക് നേരെ നീങ്ങുകയാണ്. ഇനിയും ആഴ്ചകളെടുക്കും അദ്ദേഹം സേതാഗിരിക്ക് അരികിൽ എത്തിച്ചേരാനായിട്ട്. പക്ഷേ വീരസിംഹൻ അറിയുന്നില്ല, തങ്ങൾ ആക്രമിക്കാൻ പോകുന്ന രാജ്യത്തിന് നേരെ മറ്റൊരു രാജ്യം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരം. അതുപോലെ തന്നെ ആര്യാക്ഷനും അറിയുന്നില്ല, തങ്ങളുടെ എതിർവശത്തു നിന്നും മറ്റൊരു സൈന്യം സേതാഗിരിയെ ആക്രമിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം. എന്തു തന്നെ ആയാലും സേതാഗിരി വലിയ അപകടത്തിലാണ്. ഒരു വശത്ത് ആര്യാക്ഷൻ്റെ സൈന്യം, മറ്റൊരു വശത്ത് വീരസിംഹന്റെ സൈന്യം. എത്ര നാൾ ഈ യുദ്ധത്തെ ഇങ്ങനെ ചെറുത്ത് നിൽക്കാൻ സേതാഗിരിക്ക് സാധിക്കും? ആര്യാക്ഷൻ്റെ തന്ത്രങ്ങൾ ഫലം കണ്ടാൽ തീർച്ചയായിട്ടും സേതാഗിരി അപകടത്തിലാകും. അവർക്ക് അധികം ആയുസ് ഉണ്ടാവുകയില്ല. അങ്ങനെ നാളുകൾ കടന്നുപോയി. ദൃക്കാമതിപുരിയിൽ നിന്നും പുറപ്പെട്ട 20,000 പേരടങ്ങുന്ന സൈനികർ ആര്യാക്ഷൻ്റെ അരികിൽ എത്തിച്ചേർന്നു. ഇവർക്ക് വേണ്ട കൂടുതൽ ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളുമായിട്ടാണ് ഈ സേന അവിടെ എത്തിച്ചേർന്നത്. ഇതോടുകൂടി ആര്യാക്ഷൻ്റെ സേനയുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചു. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. ഏതാണ്ട് 21 ദിവസങ്ങൾക്ക് ശേഷം അവർ കാത്തിരുന്ന ആ ദിവസം എത്തിച്ചേർന്നു. ഭാമിനി നദിയുടെ ജലനിരപ്പ് മെല്ലെ കുറയാൻ തുടങ്ങി. അതോടൊപ്പം നദിയുടെ ഒഴുക്കിൻ്റെ ശക്തിയും കുറഞ്ഞു. ഒട്ടും വൈകാതെ തങ്ങൾ ആസൂത്രണം ചെയ്തത് പ്രകാരം ഭാമിനി നദിയുടെ 8 പോഷക നദികളിലും അണകെട്ടി ജലത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നുള്ള സന്ദേശം ആര്യാക്ഷനെ തേടി എത്തി. ആര്യാക്ഷൻ്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. ഇനി ഒട്ടും വൈകേണ്ടതില്ല. നമ്മുടെ സൈനികരോടെല്ലാം യുദ്ധത്തിന് തയ്യാറായി അണിനിരക്കാൻ ആവശ്യപ്പെട്ടാലും ആര്യാക്ഷൻ മറ്റ് സേനാധിപന്മാരോട് ആവശ്യപ്പെട്ടു. എന്ത് വില കൊടുത്തും ഈ യുദ്ധം വിജയിക്കണം. സേതാഗിരിയെ തകർക്കണം. രാജകുമാരനെ തിരിച്ച് കൊട്ടാരത്തിലെത്തിക്കണം. ഇത് മാത്രമായിരുന്നു ആര്യാക്ഷൻ്റെ ലക്ഷ്യം. ആര്യാക്ഷൻ്റെ മാത്രമല്ല, ആ മുഴുവൻ സേനയുടെയും ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഫൈൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. See you again.